നമ്മൾ കണ്ടന്റുകൾ ആസ്വദിക്കുകയും സ്വയം സൃഷ്ടിക്കുകയും എല്ലാം ചെയ്യുന്ന ഡിജിറ്റൽ ലോകം നമ്മുടെ മുമ്പിൽ അതിവേഗമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ക്രിയേറ്റർമാരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന നിർണയിക്കുന്ന യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ അടുത്തിടെ വന്നിട്ടുള്ള അപ്ഡേറ്റുകളാണ് നാം പരിശോധിക്കാനായി പോകുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ ഓരോരുത്തരും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെ. ചെറിയ ക്രിയേറ്റേഴ്സും വലിയവരും എല്ലാം തന്നെ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ വളർച്ച, യൂട്യൂബ് മോണിറ്റൈസേഷൻ നയങ്ങളിലെ മാറ്റങ്ങൾ, വാച്ച് ടൈം മാനദണ്ഡങ്ങൾ, ചാനലുകളുടെ സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും പുതിയ നിബന്ധനകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് സംസാരിക്കുന്നത്. ആദ്യം തന്നെ യൂട്യൂബിലെ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളടക്കങ്ങളെക്കുറിച്ചുള്ള നയങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു നോട്ടീസ് വന്നതുമായി ബന്ധപ്പെട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ഈ ദൃശ്യങ്ങളും ഇത്തരത്തിലുള്ള ശബ്ദങ്ങളും ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമായി മാറിയിരിക്കുകയാണല്ലോ എന്ന്. എന്നാൽ സാങ്കേതിക വിദ്യ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കരുത് എന്ന ശക്തമായ നിലപാടിലാണ് യൂട്യൂബ്. ഇതിനായി ആൾട്ടേഡ് ഓർ സിന്തറ്റിക് കണ്ടന്റ് എന്ന ഒരു പുതിയ ഡിസ്ക്ലോഷർ ഫീച്ചർ തന്നെ യൂട്യൂബ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ യഥാർത്ഥം എന്ന് തോന്നിക്കുന്ന രീതിയിൽ AI നിർമ്മിത ദൃശ്യങ്ങളോ ശബ്ദങ്ങളോ അല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്യാത്ത കാര്യം ചെയ്തതായി തോന്നിപ്പിക്കുന്ന തരത്തിലൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള AI എഡിറ്റുകളോ മറ്റോ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതെങ്കിൽ അതേ സമയത്ത് തന്നെ അത് യൂട്യൂബ് സ്റ്റുഡിയോ വഴി നിങ്ങളത് വെളിപ്പെടുത്തണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് യഥാർത്ഥത്തിൽ നടക്കാത്ത ഒരു സംഭവം നടന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള AI ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രമുഖ വ്യക്തിയുടെ ശബ്ദം AI വഴി പുനഃസൃഷ്ടിച്ച് ഉപയോഗിക്കുന്നത് ഒക്കെ ഇതിൽ പെടുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു വീഡിയോയിൽ വന്ന നോട്ടീസിൻ്റെ ഒരു മറുപടി കൂടിയാണ് കേട്ടോ ഇത്. ഇങ്ങനെ സ്വയം ഡിസ്ക്ലോഷർ നൽകുമ്പോൾ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോയുടെ വിവരണത്തിലോ പ്ലെയറിലോ ദിസ് വീഡിയോ കണ്ടെയ്ൻസ് ആൾട്ടേഡ് ഓർ സിന്തറ്റിക് കണ്ടന്റ് എന്ന ഒരു ലേബൽ ചേർക്കും. ഇത് നിങ്ങളുടെ വീഡിയോയുടെ റീച്ചിനെയോ ചാനലിൻ്റെ പെർഫോമൻസിനെയോ ഒരു തരത്തിലും അല്ലെങ്കിൽ മോണിറ്റൈസേഷനെ പോലുമോ ഒരു തരത്തിലും നെഗറ്റീവായി ബാധിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്നാൽ AI ഉപയോഗിച്ച് നിർമ്മിച്ച ഇത്തരം ഉള്ളടക്കങ്ങൾ കൃത്യമായി വെളിപ്പെടുത്താതെ മറച്ചു വെച്ചാൽ യൂട്യൂബ് സിസ്റ്റം അത് സ്വയം കണ്ടെത്തുകയും നിങ്ങളുടെ വീഡിയോയിൽ ലേബൽ പതിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് എൻ്റെ വീഡിയോയിൽ സംഭവിച്ചു. ഇത് ആവർത്തിച്ചാൽ വീഡിയോ നീക്കം ചെയ്യപ്പെടാനോ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ റദ്ദാക്കപ്പെടാനോ സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരം. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരേ സമയം തന്നെ സൗന്ദര്യവർദ്ധകമായ മാറ്റങ്ങൾ വരുത്തുന്നതിനോ പശ്ചാത്തലങ്ങൾ മാറ്റുന്നതിനോ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതിനോ അല്ലെങ്കിൽ തികച്ചും ആനിമേഷൻ സ്വഭാവമുള്ള AI ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നതിനോ ഈ ലേബൽ നിർബന്ധമില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ ഭാഗത്തും AI ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇത് പ്രശ്നമില്ല എന്നർത്ഥം. ചുരുക്കത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള റിയലിസ്റ്റിക് AI കണ്ടന്റുകൾക്കാണ് ഈ നിയന്ത്രണം. പ്രത്യേകിച്ച് ശബ്ദമൊക്കെ നമ്മൾ ഓൾട്ടർ ചെയ്തതായിട്ട് കൊണ്ടുവരുമ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന യൂട്യൂബ് മോണിറ്റൈസേഷനെയും വാച്ച് ടൈമിനെ കുറിച്ചുള്ള പുതിയ മാറ്റങ്ങളിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം. എന്തായാലും വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ YPP എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കാൻ ചില സൗകര്യങ്ങൾ യൂട്യൂബ് അടുത്തിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നേരത്തെ ഒരു ചാനൽ മോണിറ്റൈസ് ആകണമെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബർമാരും കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ 4000 വാലിഡ് പബ്ലിക് വാച്ച് അവറുകളും ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ 10 ദശലക്ഷം ഷോർട്സ് വ്യൂസ് വേണമായിരുന്നു. 10 ദശലക്ഷം എന്ന് പറയുമ്പോൾ 1 കോടി അല്ലേ. എന്നാൽ ഇപ്പോൾ ഇതിലൊരു പുതിയ ഘട്ടം കൂടി യൂട്യൂബ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംവിധാനങ്ങൾ വെച്ച് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇവിടെ നമുക്ക് കാണാനാവുക ഇപ്പോൾ വെറും 500 സബ്സ്ക്രൈബർമാരും കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ 3000 വാച്ച് അവറുകളുമുള്ള ക്രിയേറ്റർമാർക്ക് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൻ്റെ ആദ്യഘട്ട ആനുകൂല്യങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന 2 ഘട്ടമായിട്ടാണ് നമുക്ക് കാണാനാവുക. അപ്പോൾ ഷോർട്സ് കാണികൾ ഉള്ളവരാണെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ 3 ദശലക്ഷം വ്യൂസ് നേടിയാലും മതിയാകും. അപ്പോൾ ഈ 2 തരത്തിലുള്ള സെറ്റപ്പ് മനസ്സിലാക്കുക. ഇതിലൂടെ സൂപ്പർ താങ്ക്സ്, സൂപ്പർ ചാറ്റ്, ചാനൽ മെമ്പർഷിപ്പുകൾ, യൂട്യൂബ് ഷോപ്പിംഗ് ഫീച്ചറുകൾ തുടങ്ങിയ
ഫാൻ ഫണ്ടിങ് രീതികളിലൂടെ യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. തുടർന്ന് 1000 സബ്സ്ക്രൈബർമാരും 4000 വാച്ച് അവറുകളും പൂർത്തിയാകുമ്പോൾ ഈ വർഷത്തിനിടയ്ക്ക് പരസ്യങ്ങളിൽ നിന്നുള്ള റവന്യൂ പങ്കാളിത്തവും അല്ലെങ്കിൽ ആഡ് റവന്യൂ അത് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇവിടെ വാച്ച് ടൈമിൻ്റെ കാര്യത്തിൽ പല ക്രിയേറ്റർമാർക്കും പല സംശയങ്ങൾ വരാറുണ്ട്. എന്താണ് വാലിഡ് പബ്ലിക് വാച്ച് അവേഴ്സ്? നിങ്ങളുടെ ചാനലിലെ പബ്ലിക്കായി കിടക്കുന്ന ലോങ് വീഡിയോകളിൽ അതിൽ നിന്ന് ലഭിക്കുന്ന സമയം മാത്രമാണ് ഇതിൽ കണക്കാക്കുക. ശ്രദ്ധിക്കുക, ഷോർട്ട് വീഡിയോകളുടെ വാച്ച് ടൈം കണക്കാക്കില്ല. എന്തായാലും പ്രൈവറ്റ് വീഡിയോകൾ, ഡിലീറ്റ് ചെയ്ത വീഡിയോകൾ, അതുപോലെ ആഡ് ക്യാമ്പയിനുകൾ, ഇപ്പോൾ ഗൂഗിൾ ആഡ്സ് വഴിയൊക്കെ നമുക്ക് ചില ക്യാമ്പയിനുകൾ നടത്തി ഉണ്ടാക്കുന്ന വ്യൂകളിൽ നിന്നൊക്കെയുള്ള വാച്ച് ടൈം ഒന്നും ഈ മോണിറ്റൈസേഷനായി കണക്കാക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കൂടാതെ യൂട്യൂബ് ഷോർട്സുകളിൽ നിന്ന് ലഭിക്കുന്ന വാച്ച് ടൈം 4000 മണിക്കൂർ വാച്ച് ടൈം കണക്കിലേക്ക് കൂട്ടുകയുമില്ല. ശ്രദ്ധിക്കുക, ഷോർട്സിൽ നിന്നുള്ള 4000ത്തിലേക്ക് ഇത് കൂട്ടില്ല. അപ്പോൾ ഷോർട്സ് വീഡിയോസിൻ്റെ മാനദണ്ഡം അതിലേക്ക് മാത്രമാണ് ബാധകമാക്കുന്നത്. മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് ഏറ്റവും കർശനമായി പരിശോധിക്കുന്ന മറ്റൊരു കാര്യമാണ് റീയൂസ്ഡ് കണ്ടന്റ്. മറ്റൊരാൾ ഉപയോഗിച്ച കണ്ടന്റ് എടുത്ത് റിപ്പിറ്റേറ്റീവ് കണ്ടന്റ് എന്ന രൂപത്തിലൊക്കെ വരുന്ന കണ്ടന്റുകളെയൊക്കെ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ മറ്റ് യൂട്യൂബ് ചാനലുകളിൽ നിന്നോ വീഡിയോകൾ അതേപടി എടുത്ത് ഉപയോഗിച്ചാൽ മോണിറ്റൈസേഷൻ ലഭിക്കില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഇനി ഉപയോഗിച്ച് വോയിസ് നൽകി മറ്റുള്ളവരുടെ വീഡിയോകൾ ക്ലിപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ അതും ക്രിയേറ്ററുടെ സ്വന്തമായ ഒരു കയ്യൊപ്പ് അതിൽ പതിപ്പിച്ചിട്ടില്ലെങ്കിൽ അതും പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശബ്ദമൊക്കെ അതിലുപയോഗിച്ച് നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ തന്നെ നിരസിക്കപ്പെടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ഒരേ തരത്തിലുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ യാതൊരു മാറ്റവുമില്ലാത്ത AI ജനറേറ്റഡ് ഓഡിയോയായും ചിത്രങ്ങളും മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന വിരസമായ വീഡിയോകൾക്കും റിപ്പിറ്റേറ്റീവ് കണ്ടന്റ് പോളിസി വഴി തടസ്സം നേരിടാം. അപ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും മോണിറ്റൈസേഷൻ കിട്ടിയ ചാനലുകളിൽ നമ്മൾ ഈ തനതായ ശബ്ദവും ക്രിയേറ്റീവായ എഡിറ്റിങ്ങും ഒക്കെ നൽകുന്ന വീഡിയോകൾക്ക് മാത്രമാണ് യൂട്യൂബ് മുൻഗണന നൽകുന്നത്. ഇവർ വീണ്ടും ഒരു റിവ്യൂ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ മോണിറ്റൈസേഷനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം യൂട്യൂബ് വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫേക്ക് ന്യൂസുകൾ, വെറുപ്പ് പരത്തുന്ന സന്ദേശങ്ങൾ, ഡീപ്പ് ഫേക്കുകൾ എന്നിവ തടയാൻ യൂട്യൂബിൻ്റെ സിസ്റ്റം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അപ്പോൾ ക്രിയേറ്റർമാരുടെ ചാനലുകൾ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും അക്കൗണ്ട് സെക്യൂരിറ്റി ഫീച്ചറുകളും നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൂടി മനസ്സിലാക്കുക. ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാത്തവരൊക്കെ അത് ചെയ്യുക കേട്ടോ. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും നിങ്ങളുടെ തനതായ കഴിവുകൾക്കും സത്യസന്ധതയ്ക്കുമാണ് യൂട്യൂബ് എന്നും മുൻഗണന നൽകുന്നത്. AI ടൂളുകളെ നമ്മുടെ സമയവും അധ്വാനവും കുറയ്ക്കാനുള്ള ഒരു സപ്പോർട്ട് മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു സഹായിയായിട്ട് മാത്രമാണ് യൂട്യൂബ് കാണുന്നത്. കൃത്യമായ നയങ്ങൾ പാലിച്ചുകൊണ്ട് ക്രിയേറ്റീവായ ഉള്ളടക്കങ്ങൾ നിർമ്മിച്ചാൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഏതൊരു ക്രിയേറ്റർക്കും മികച്ച മുന്നേറ്റം നടത്താൻ കഴിയുമെന്നുള്ളതാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. യൂട്യൂബിന് കൺസിസ്റ്റൻസിയാണ് ആവശ്യം. ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് ബന്ധപ്പെടുക. നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം നിങ്ങൾ ഈ പറയുന്ന പോലെ കമൻറ്റുകൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. മികച്ച മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.